ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരാൾ നമ്മളോട് പറയാതെ തന്നെ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എങ്ങനെയാണ് അതിന് കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു ഡൗട്ട് ഉണ്ട്, ഈ ആൾക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ളത്. ആൾ പറഞ്ഞിട്ടില്ല, എന്നാൽ ചെറിയ ചെറിയ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആളുടെ പെരുമാറ്റത്തിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു സംശയമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉറപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സയൻസ് എന്നുള്ളത്. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഐ കോണ്ടാക്റ്റും സ്മൈലും ആണ്. അതായത് ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് സമയം നോക്കുക എന്നുള്ളതല്ല. മേ ബി നിങ്ങൾ പരിചയമില്ലാത്ത ആളുകളായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ളവരായിരിക്കാം. അപ്പം നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ള സമയത്താണെങ്കിലും നിങ്ങളെ അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേപോലെ ഇപ്പം നിങ്ങൾ അവരെ നോക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് അതായത് അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മുഖം തിരിക്കും, അതായത് മറ്റെങ്ങോട്ടെങ്കിലും അവർ നോക്കും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് ആള് ഇങ്ങനെ ഫേസ് തിരിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. മാത്രമല്ല അവരുടെ സ്മൈൽ കൂടി നിങ്ങൾ നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ആള് നിങ്ങളോട് ചിരിച്ച് കാണിക്കും എന്നുള്ളതാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ ആളുടെ ഫേസിൽ ഒരു ചിരി കാണാനായിട്ട് പറ്റും. അഫ്കോഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് എന്തോ നമ്മളോട് ഒരു ഫീൽ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് വിചാരിക്കാം. ആ ഒരു ടൈമിൽ ആൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഭയങ്കര റിലാക്സ്ഡ് ആണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെ നിന്ന് സംസാരിക്കുക. ഏതൊരു ഗ്രൂപ്പിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആള് നിങ്ങളെ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളെ കറക്റ്റായിട്ട് ആള് നോക്കുന്നുണ്ടാവും, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ടച്ചൊക്കെ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിൽക്കാൻ ആൾ ശ്രമിക്കും, ചെറിയ രീതിയിലൊന്ന് ടച്ച് ചെയ്യാനായിട്ട്. അത് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. മീൻസ് ജസ്റ്റ് ഇങ്ങനെ അവരുടെ അടുത്ത് നിൽക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പം അങ്ങനെ നിൽക്കാൻ നമ്മൾ നോക്കാറുണ്ട്. അത് തന്നെയാണ് ഇവരിലും ഉണ്ടാവുന്നത്. ചെറിയ രീതിയിലൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എത്ര ആളുടെ കൂടെ നിൽക്കുകയാണെങ്കിലും നിങ്ങളെ അവർ നോക്കുന്നുണ്ടായിരിക്കും, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി എത്ര ടൈം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ അവരെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ പോലും എടുക്കാത്ത ആളുകൾ വരെ ഉണ്ട്, തിരക്കാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇവരങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി എല്ലാ തിരക്കും മാറ്റി വെക്കും. തിരക്കാണ് എന്നുള്ളൊരു കാര്യം അവർ പറയില്ല, ഉറപ്പായിട്ടും ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ വരാം എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴാണെന്നുണ്ടെങ്കിലും സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു മടി ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. ഇപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണെങ്കിലും അടുത്തിരിക്കാനാണെങ്കിലും ഒക്കെ ഓരോ റീസൺസ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടാവും ചിലപ്പോൾ. അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും പുതിയ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടായാലും നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഓരോരോ സമയം ഓരോ സിറ്റുവേഷനെ നോക്കിയിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവർ തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇതുവരെ അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് തിരക്കില്ലാത്തത് കൊണ്ടല്ല, ആ തിരക്കിനേക്കാൾ വലുതാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതൊക്കെ അവർ ഓർത്തിരിക്കുന്നുണ്ടാവും. ഇപ്പം ജസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഏതാണ്, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ആൾ ഓർത്തിരിക്കുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഷെയർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾ വളരെ കൃത്യമായി ഓർത്തിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യവും അവർക്കുണ്ടായിരിക്കും. അതൊക്കെ ചോദിക്കുകയും ചെയ്യും. നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഓൾറെഡി അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഓർത്തിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനൊരു കാര്യം മുന്നേ പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ. അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക
അപ്പോൾ ഇവരതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്, അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആൾ മറക്കാനുള്ള സാധ്യതയില്ല, എപ്പോഴും ഓർത്ത് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ക്ലൂസ് ആണ്. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും എന്നെനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് യൂസ് ചെയ്യാത്തവരുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്സപ്പ് ആയിക്കോട്ടെ. അപ്പം നമ്മൾ അതിൽ നമ്മുടെ ഫോട്ടോസൊക്കെ എന്തായാലും വെക്കാറുണ്ടാവും. ജസ്റ്റ് സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പം നമ്മൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അതിനൊരു ലൈക്കും ജസ്റ്റ് ഒരു കമൻറ്റ് അവർ ഉണ്ടായിരിക്കും, അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കമൻറ്റ് ഉണ്ടാവില്ല, പക്ഷെ ലൈക്ക് എന്തായാലും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അവരുടെ ഒരു ലൈക്ക് ഉണ്ടാവും, ചിലപ്പോൾ കമൻറ്റ് ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും വളരെ നല്ലൊരു ക്ലൂ തന്നെയാണ്. നമുക്ക് വലിയ രീതിയിൽ പരിചയമില്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക, എപ്പോഴും കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതൊക്കെ കുറവാണ്. ചിലർ ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ, ഒത്തിരി അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചെയ്യുന്നുണ്ടാവും. അവർ പോലും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഒത്തിരി പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല, നമ്മൾ ഏത് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ കമൻറ്റ് മേ ബി ചെയ്യാതിരിക്കാം. അപ്പം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതും ഒരു ക്ലൂ ആയിട്ട് നമുക്ക് എടുക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ പൊസസീവ്നെസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടായിരിക്കും ഇവർ നിൽക്കുന്നുണ്ടാവുക. ഈ പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ വേറെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയൊരു അസൂയ, സ്വാർത്ഥത, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ചിലപ്പോൾ ആളെന്നെ പറയണ്ടാവും അവരത്ര ശരിയല്ല കേട്ടോ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ആളുടെ ഫേസൊക്കെ ഇങ്ങനെ മാറുന്നുണ്ടായിരിക്കും. നമുക്കത് പലപ്പോഴും നമുക്ക് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരോട് അടുത്ത് ഇടപഴകുന്നത് ഇവർക്ക് ഇഷ്ടമല്ല, ഇന്ന ആൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫേസിലൊക്കെ ആ ഒരു രീതിയിലുള്ള ഭാവമാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയായാലും കുറച്ചൊക്കെ ഒരു പൊസസീവ്നെസ് ആൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടായിരിക്കും ആൾ പെരുമാറുന്നുണ്ടാവുക. എല്ലാത്തിനും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു പേഴ്സണെ പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാലോ, ചിലപ്പോൾ അവർ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മതി, ഈ പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നമ്മളോട് സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു ഇഷ്ടമുണ്ട്, എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത്. അത് പ്രണയം തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മതി, ആൾ കുറച്ചുകൂടി കഴിയുമ്പോൾ വന്ന് പറഞ്ഞോളൂ. എന്നിട്ട് പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എങ്ങനെ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കാതിരിക്കുക. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളായിട്ടുള്ളവരുണ്ട്. നമുക്ക് നേരിട്ട് വരുന്ന ക്ലയൻസും ഉണ്ട്, അതല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരിൽ കുറേ പേർക്ക് ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ നെയിംസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽസൊക്കെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള പേടികളൊക്കെ കുറേ പേർക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതുവരെ വിളിക്കാനും പറയാനും ഒക്കെ പേടിച്ചിരുന്നു എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പേടിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങളുടെ പേരായാലും നിങ്ങളുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ സേഫാണ്. നമ്മളത് പബ്ലിക്കായിട്ട് ആരോടെങ്കിലും പറയുകയൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള പേടിയുടെ ആവശ്യമൊന്നും വേണ്ട. അത്തരത്തിലുള്ള പേടി വെച്ചുകൊണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കാൻ വേണ്ട. ബിക്കോസ് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് നഷ്ടമാവും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. കുറച്ച് ലേറ്റ് ആവും തോറും അതിൻ്റെ ആ ഒരു അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം കൂടി വരികയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്